പള്ളി തർക്കത്തിൽ ഓർത്തഡോക്സ് സഭ സമവായത്തിലേക്കെന്ന് സൂചന. കത്തോലിക്ക ബാവയുടെ സമാധാന ആഹ്വാനത്തെ പിന്തുണച്ച് ഓർത്തഡോക്സ് മെത്രാപ്പൊലീത്തമാർ രംഗത്ത് വന്നു. ഓർത്തഡോക്സ് സഭയുടെ നിർണായക യോഗങ്ങൾ ഇന്ന് ചേരും. ഞങ്ങൾ മെത്രാന്മാരോ പരിശുദ്ധ ബാവായോ തീരുമാനിച്ചാൽ മാറ്റാവുന്ന ഒന്നല്ല 1934 ഭരണഘടന. അത് കാലാകാലങ്ങളിൽ രണ്ടു കൂട്ടരും അംഗീകരിച്ച് സുപ്രീം കോടതിയുടെ ആവശ്യാനുസരണം ഭേദഗതി ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ചതാണ്. അത് അംഗീകരിക്കണം. നമ്മൾ നിയമം അനുസരിക്കുന്ന നല്ല മക്കളാകണം. പക്ഷേ സമാധാനത്തിനുള്ള ആഗ്രഹവും അഭിവാഞ്ചയും നമുക്ക് ഒരുമിച്ചുണ്ടാകണം. നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന പള്ളികളിൽ 3 അങ്കമാലി മെത്രാസനത്തിലെ പള്ളികളാണ്. ആരെയും അവിടെ നിന്ന് ഒഴിവാക്കുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഇടയനെന്ന നിലയിൽ നാം ഒന്നായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാവരും ഒരുമിച്ച് വരണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹവുമുണ്ട്. അതിൻ്റെ വ്യവസ്ഥാപിതമായ നിയമവഴികൾ നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കുന്ന. എന്നാൽ ഇടവകകൾ തമ്മിലുള്ള ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ തെയോഫിലോസ് 24 പറഞ്ഞു. തർക്കങ്ങളും വ്യവഹാരങ്ങളും എല്ലാം അവസാനിപ്പിച്ച് നമ്മൾ ഒരു ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ ഇതേ വിഷയം. ഇപ്പൊ നമ്മുടെ പല പള്ളികൾ, ഉദാഹരണമായിട്ട് ഇപ്പോൾ വലമ്പൂർ പള്ളി, കുന്നയ്ക്കാല് പള്ളി തുടങ്ങിയ അനേക പള്ളികളിൽ ഇങ്ങനെ ആ ഇടവകക്കാർ ഒരുമിച്ചിരുന്ന് ആ വിഷയങ്ങൾ തീർത്ത് അതുപോലെ മലബാർ ഭദ്രാസനത്തിന് മുഴുവൻ പള്ളികൾ. അതുകൊണ്ട് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ഒരു സമവായത്തിന്റെ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഓർത്തഡോക്സ് സഭയിലെ മെത്രാപ്പൊലീത്തമാരൊക്കെ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഓർത്തഡോക്സ് സഭയ്ക്കുള്ളിൽ അത് ചർച്ച ചെയ്യുന്നത് കൊണ്ട് കാര്യമുണ്ടോ? അതിനപ്പുറത്തേക്കും യാക്കോബായ സഭയുമായി നേരിട്ട് ആശയവിനിമയം നടക്കണം. അവർക്ക് കൂടി സ്വീകാര്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കണം. ആ നിലയിൽ ശാശ്വതമായ പ്രശ്നപരിഹാരത്തിന്റെ സാധ്യതകളിലേക്ക് കടക്കുമോ ഇന്നത്തെ ഓർത്തഡോക്സ് സഭയുടെ നിർണായക യോഗങ്ങൾ? അതിനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഓർത്തഡോക്സ് സഭ അവരുടെ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാവുന്നതുപോലെ അവർ കടുത്ത നിലപാടുകളിലായിരുന്നു. ഇങ്ങനൊരു സഭാ ഐക്യത്തെക്കുറിച്ച് പോലും അവർ ചർച്ച ചെയ്തിരുന്നില്ല. സുപ്രീം കോടതി വിധി അംഗീകരിക്കുകയാണെങ്കിൽ, ഒപ്പം തന്നെ 1934 അവരുടെ ഭരണഘടന അംഗീകരിക്കുകയാണെങ്കിൽ മറ്റു ചർച്ചകളെക്കുറിച്ച് ആലോചിക്കാമെന്നിരുന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി കഴിഞ്ഞ ദിവസം, അതായത് പെരുമ്പാവൂരിൽ വെച്ച് കാതോലിക്ക ബാവ തന്നെ, ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക നിലപാട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ആ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഈ മഞ്ഞുരുകുന്നതിൻ്റെ സാധ്യതകൾ തുറന്നിട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത് ഈ മലങ്കര സഭയ്ക്കുള്ളിൽ തന്നെ അതൊരു വലിയ പ്രശ്നമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു ഐക്യത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ചകളാകാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതൊരു പുതിയൊരു നിലപാടായി തന്നെ വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. എന്നിരുന്നാൽ പോലും നമുക്ക് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഭരണഘടന അംഗീകരിച്ചുകൊണ്ടും സുപ്രീം കോടതി വിധി അംഗീകരിച്ചുകൊണ്ടുമുള്ള ഒരു ചർച്ചകളിലേക്ക് മാത്രമായിരിക്കും ഓർത്തഡോക്സ് സഭയ്ക്ക് താല്പര്യം എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ യാക്കോബായ സഭയുടെ നിലപാടുകൾ കൂടി ഇവിടെ ശ്രദ്ധേയമാണ്. അല്പസമയം മുമ്പ് പറഞ്ഞ മെത്രാപ്പൊലീത്ത പറഞ്ഞത് പ്രകാരമാണെങ്കിൽ, അതായത് ഇടവകകൾ തമ്മിലുള്ള ചർച്ചകളാണ് നല്ലത്, ഒരു ലയനം അത് സാധ്യമല്ല, ഒരു ഐക്യത്തിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നില്ല, രണ്ട് സഭകളും രണ്ടായി തന്നെ നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു നിലപാട് യാക്കോബായ വിഭാഗത്തിനുണ്ടെന്ന് അവരും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഈ രണ്ടു കൂട്ടരും ഒരുപോലെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുകയുള്ളൂ. പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ഇങ്ങനൊരു നിലപാട് പറയുന്നു. ഒപ്പം തന്നെ നാളെ പാത്രിയാർക്കീസ് ബാവ കേരളത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരു സാധ്യതകൾ പൂർണ്ണമായും മങ്ങിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാത്രിയാർക്കീസ് ബാവ ഈ കത്തോലിക്ക ബാവയെ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനെ കാണണമെന്നൊരു താല്പര്യം പ്രകടിപ്പിക്കുകയും അവർ തമ്മിലൊരു ചർച്ചയ്ക്ക് വേദി ഒരുങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു ഏതായാലും ഈ സംഘർഷത്തിന്റെ ഒക്കെ നാളുകളിൽ നിന്ന് ഒരു സമാധാനത്തിന്റെ ഒരു ആഹ്വാനം, ഒരു സമവായത്തിന്റെ ആഹ്വാനം ഉണ്ടാകുന്നു എന്നത് തന്നെ പ്രധാനപ്പെട്ടതാണ്. പാത്രിയാർക്കീസ് ബാവയുടെ കേരള സന്ദർശനത്തിന് തലേന്ന് ഇത്തരം ഒരു ചർച്ച നടക്കുന്നത് തന്നെ പ്രധാനപ്പെട്ടതാണ്. അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. എന്തായാലും അത്തരം ഒരു ചർച്ചയുടെ സാധ്യത ഓർത്തഡോക്സ് സഭയോട് തുറന്നിടുന്നുണ്ട്. അത് തുടർ ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ എങ്ങനെ വളർന്ന് വികസിക്കുമെന്നതാണ് പ്രധാനം. ടോബി ജോൺസനാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്.